അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് അര കപ്പ് ആശാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് എടുത്താലും മതി. ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ആശാളി വിത്താണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ആശാളി വിത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഹലീം സീഡ്സ്, ഗാർഡൻ ക്രിസ് എന്നൊക്കെ ഇത് അറിയപ്പെടും. ഒരുപാട് വില കുറവാണ്. ഇത് ആയുർവേദ മരുന്ന് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ആരോഗ്യ ഗുണങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അമിത വിശപ്പ് നിയന്ത്രിച്ച് ശരീരഭാരം കുറയ്ക്കാനൊക്കെ ഒരുപാട് നല്ലതാണ്. ധാരാളം ആന്റി ഓക്സിഡന്റുകളുടെയും ഫോളിക് ആസിഡിന്റെയും വിറ്റമിൻ എ, സി, ഇ, കാൽസ്യം, പ്രോട്ടീൻ എന്നിവയും ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് അസുഖങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ക്രമം തെറ്റിയുള്ള ആർത്തവ പ്രശ്നമുള്ളവർക്കും ആർത്തവ സമയത്തുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നതിനും ആശാളി വളരെ നല്ലതാണ്. ഇനി ഇത് കുതിർത്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഒരു ജെല്ല് പോലെ ആയി കിട്ടും. വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മുൻകിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചു കൊടുക്കാം. ഇതിപ്പോ 2 രീതിയിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. രണ്ടാമത്തെ രീതിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് 1 ടീസ്പൂൺ ആശാളി വിത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഓവർനൈറ്റ് നമുക്ക് ഇതൊന്ന് കുതിർത്തെടുക്കാം. അപ്പൊ നമ്മള് ഈ ആശാളി കുതിർക്കാൻ വെച്ചിട്ട് ഒരു 5-6 മണിക്കൂർ ആയിട്ടുണ്ട്. ഓവർനൈറ്റ് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ നല്ല സെറ്റ് ആയിട്ടിട്ടുണ്ട്. നല്ലോണം കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഓവർനൈറ്റ് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ്. നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. ദിവസവും രാവിലെ വെറും വയറ്റിൽ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. ഇതിലേക്ക് നാരങ്ങ നീരും കുറച്ച് ചുക്കുപൊടിയും കുറച്ച് ഹണിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പൊ ഇത് ദിവസം കഴിക്കുമ്പോൾ മിതഭാരമൊക്കെ കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ് ഈ ദിവസം രാവിലെ കുടിക്കുന്നത്. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. ഇതിലേക്ക് 10 ബദാം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 10 കശുവണ്ടിയും ഇവിടെ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പൗഡർ പരുവത്തിന് പൊടിക്കണ്ട. ഇതുപോലെ ചെറിയ ചെറിയ തരികളോട് കൂടി പൊടിച്ചിട്ട് എടുക്കുക. ഈ ഒരു സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക വേണമെന്നുണ്ടെങ്കിൽ 3-4 ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് പശുവും പാൽ വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു തേങ്ങ ചിരകി എടുത്തിട്ട് 1-ാം പാലും 2-ാം പാലും കൂടി എടുത്തിട്ടുള്ളതാണ്. നമ്മൾ ചിരകി എടുത്ത തേങ്ങയിലേക്ക് ഒരു 250 ml കപ്പിന് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് അത് അരിച്ചെടുത്തിട്ടുള്ള 1-ാം പാലും അതിന്റെ കൂടെ തന്നെ വീണ്ടും നമ്മൾ 2-ാം പാൽ എടുക്കുന്ന സമയത്ത് വീണ്ടും 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ട് വീണ്ടും അരിച്ചെടുത്തിട്ടുള്ള 1-ാം പാലും 2-ാം പാലും കൂടി എടുത്തിട്ടുള്ളതാണ് തേങ്ങാപ്പാൽ. ഇതിന് പകരം നിങ്ങൾക്ക് പശു പാല് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പശുപാലാകുമ്പോൾ 1 ലിറ്റർ എടുക്കാം. കഫക്കെട്ടും അതുപോലെ തന്നെ പാലിന്റെ അലർജിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൽ ചെയ്തിട്ടെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമ്മൾ പശുപാൽ എടുക്കുന്ന സമയത്ത് 1 ലിറ്റർ പാലെടുത്തിട്ട് അതിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചെടുക്കുക. ഇതിപ്പോൾ 250 ml കപ്പിന് 5 കപ്പ് തേങ്ങാപ്പാലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ തലേദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന ആശാളി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ തിളച്ചതൊന്ന് വെന്ത് വരണം. നമ്മളിത് തലേ ദിവസം കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിലുള്ള എല്ലാ ഗുണങ്ങളും ഇറങ്ങി കിട്ടുള്ളൂ. ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ കുതിർന്ന് കിട്ടും. പക്ഷെ ഓവർനൈറ്റ് നമ്മൾ കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എല്ലാ ഗുണങ്ങളും ഇറങ്ങി കിട്ടുള്ളൂ. ആശാളി കഴിക്കുന്നതിലൂടെ ബിപിയും അതുപോലെ തന്നെ പ്രമേഹവും നിയന്ത്രിച്ച് നിർത്താനും നമ്മുടെ കാഴ്ചശക്തി കൂട്ടുന്നതിനൊക്കെ ഒരുപാട് നല്ലതാണ്. ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനത്തെ സഹായിക്കുകയും അതുപോലെ തന്നെ മലബന്ധമൊക്കെ മാറിക്കിട്ടുന്നതിനും ഒരുപാട് സഹായിക്കും ഈ ആശാളി ദിവസം കഴിക്കുന്നതിലൂടെ. ഒടുങ്ങാത്ത അത്രയും ആരോഗ്യ ഗുണങ്ങൾ ഈ ആശാളിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് വാങ്ങാൻ കിട്ടുന്നത് ആയുർവേദ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഒരുപാട് വിലയൊന്നുമില്ല. അതുപോലെ തന്നെ ക്രമം തെറ്റിയുള്ള ആർത്തവ പ്രശ്നമുള്ളവർക്കും ആർത്തവ സമയത്തുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതിനും
കഴിക്കാനും ആശാളി ഒരുപാട് നല്ലതാണ്. ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ വിശപ്പൊക്കെ കുറച്ച് ശരീരഭാരം കുറയ്ക്കാൻ ഏറെ സഹായിക്കും. അതുപോലെ ശ്വാസം മുട്ടലുള്ളവർക്ക് ശ്വാസം മുട്ടൽ മാറ്റി ശ്വാസകോശത്തിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും. നമ്മുടെ ശരീരത്തിലെ അണുബാധകളെല്ലാം ഇല്ലാതാക്കാനും ഒരുപാട് നല്ലതാണ് ഇത് കഴിക്കുന്നത്. പിന്നെ നമ്മുടെ ആശാലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്കിന്ന് നല്ല തിളക്കമുള്ളതാക്കാനും മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കും. അമ്മമാർക്കാണെങ്കിൽ പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഒരുപാട് നല്ലതാണ്. കാൽസ്യം ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ അസ്ഥികൾക്കും എല്ലുകൾക്കും ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ PCOD പ്രോബ്ലം ഒക്കെ മാറുന്നതിന് ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ ധാരാളം അയൺ റിച്ച് ധാരാളമായി ഉള്ളതിനാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന നീര് വേദനകളൊക്കെ മാറ്റി ക്ഷീണം മാറുന്നതിനൊക്കെ ഒരുപാട് നല്ലതാണ് ഇത്. ഇപ്പോൾ ഒരുപാട് വേവൊന്നുമില്ല, നമ്മളിത് കുതിർത്തി എടുത്തിട്ടുള്ളതല്ലേ. അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന് വേവൊന്നുമില്ലല്ലോ കുതിർത്തെടുത്തത് കൊണ്ട്. കുറച്ച് സമയം കൂടെ ഒന്നിരിക്കട്ടെ, 5 മിനിറ്റൊക്കെ മതിയാവും. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഇത് തിളപ്പിച്ചെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റായി. ജസ്റ്റ് ഒന്ന് കുറുക്കി വന്നിട്ടുണ്ട്. ചൂടൊക്കെ മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുക്കി വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. വേണ്ടാന്നുണ്ടെങ്കിൽ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സിന്റെ സിറപ്പോ അല്ലെങ്കിൽ ഹണിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കരിപ്പട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കരിപ്പട്ടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു 250 ml കപ്പിന് 1/2 കപ്പാണ്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇതിന് പകരം കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ശർക്കര ആകുമ്പോൾ മണ്ണും ഉള്ള ശർക്കര ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയിട്ട് അരിച്ചിട്ട് ഒഴിക്കാം. ഡയബറ്റിക് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡേറ്റ്സോ കട്ട് ചെയ്തിട്ട് ഒടിക്കും, അല്ലെങ്കിൽ ഡേറ്റ്സ് സിറപ്പ് ചേർത്ത് കൊടുക്കുകയോ ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ബദാം കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കശുവണ്ടി ബദാമൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടിക്കാതെ നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ടകളെല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് BP ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിവിടെ റെഡിയായി. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാരയൊന്നും ഇല്ലാതെ പൊടിച്ചെടുത്ത ഏലക്കപ്പൊടിയാണ് 1/2 ടീസ്പൂൺ. ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഏലക്കപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് ചുക്ക് പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഏലക്കയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബദാമും കശുവണ്ടിയൊക്കെ പൊടിച്ച സമയത്ത് ഒരു 4-5 ഇട്ടിട്ട് അതിൻ്റെ തൊലി മാറ്റിയിട്ട് കുരുവിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ അല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കട്ട പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശരീരഭാരമൊക്കെ കുറയ്ക്കുന്നതിന് ഒരുപാട് നല്ലതാണ് സിനമൺ പൗഡർ. സിനമൺ പൗഡർ വാങ്ങാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കറുകപ്പട്ട എടുത്തിട്ട് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ചിലർക്ക് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടില്ല, ഈ ആശാലയുടെ സ്മെല്ല് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ജസ്റ്റ് ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും കുടിക്കുക. അപ്പോൾ വെറും വയറ്റിൽ ഞാൻ കാണിച്ചല്ലോ, നേരത്തെ കാണിച്ചിട്ടുള്ളതുപോലെ തിളപ്പിച്ചാറിയ വെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ കുതിർത്തെടുത്തിട്ട് രാവിലെ വെറും വയറ്റിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കുടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കി കുടിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആശാളി വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്